നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പിന് വീഴ്ച പറ്റിയെന്ന വിമർശനം ശക്തമാകുന്നു. രോഗബാധിതന്റെ നില അതീവ ഗുരുതരം. ആരോഗ്യമന്ത്രി സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. നിപ കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരുന്ന മുഹമ്മദ് റിയാസ് MLA പ്രതിഷേധം. നിപ രോഗബാധിതനായ രോഗിയുടെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നതിനിടയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഉയർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന ആരോപണം ശക്തമായി ഉയരുന്നു. മുൻകാലങ്ങളിൽ നിപ വ്യാപനം ഉണ്ടായപ്പോൾ സർവ്വസന്നാഹങ്ങളുമായി രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇടതുമുന്നണി സർക്കാർ മുൻനിരയിലായിരുന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രതിപക്ഷത്തെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനവും ജനങ്ങൾക്ക് ആത്മവിശ്വാസമേകുന്ന പ്രവർത്തനങ്ങളാണ് അന്ന് നടപ്പാക്കിയത്. എന്നാൽ ആ വിധത്തിൽ ഉയർന്നു പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന ആരോപണമാണ് ശക്തമായി ഉയരുന്നത്. രോഗബാധ സംബന്ധിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ ആദ്യഘട്ടത്തിൽ നൽകിയ വിവരങ്ങൾ ശരിയായിരുന്നില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിമാരായിരുന്ന ശൈലജ ടീച്ചറും വീണ ജോർജും രോഗം സ്ഥിരീകരിച്ച കോഴിക്കോട് ജില്ലയിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇതുവരെ കോഴിക്കോട് ജില്ലയിൽ എത്തിയിട്ടില്ല. ഇതേക്കുറിച്ച് ആരാഞ്ഞപ്പോൾ തിരുവനന്തപുരത്തിരുന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് താൻ എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയ വിശദീകരണം. മുഹമ്മദ് റിയാസ് MLA മണ്ഡലത്തിലുള്ള വ്യക്തിക്കാണ് നിപ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ കൺട്രോൾ റൂമിലെത്തി രോഗിയുടെ ബന്ധുക്കളെയും മറ്റ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉള്ളവരെയും ഫോൺ വഴി ബന്ധപ്പെടാൻ MLA അധികൃതർ അനുവദിച്ചില്ല. തുടർന്ന് നിപ കൺട്രോൾ റൂമിന് മുന്നിൽ മുഹമ്മദ് റിയാസ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നിപ പ്രതിരോധത്തിന് ഒന്നിച്ചു നിൽക്കണം എന്നാണ് നിലപാട്. പോരായ്മകൾ ഉണ്ടെങ്കിലും മാധ്യമങ്ങളോട് പോലും പറഞ്ഞില്ല. ആരോഗ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതാണ് രീതി. ഇവിടെ വരണമെന്ന് മന്ത്രിയോട് നേരിട്ട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണ വീണ ജോർജ് പൂർണ്ണമായും ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. എല്ലാ വിവരങ്ങളും കൃത്യമായി പങ്കുവച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ ചെറുതായി കാണുന്നില്ല. സർക്കാർ ഏകോപനത്തിലാണ് പോരായ്മയെന്നും റിയാസ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം നിരുത്തരവാദിത്വപരം. കോഴിക്കോട് വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ വന്നുപോകാൻ പോലും മന്ത്രിമാർ തയ്യാറാകുന്നില്ല. കോഴിക്കോട് ഒരു DMO ഇല്ല. നിപയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നില്ല. ഏകോപനമില്ല. ആരോഗ്യമന്ത്രി അടിയന്തരമായി കോഴിക്കോട് എത്തണം. ഇവിടെ ക്യാമ്പ് ചെയ്യണം. അനാവശ്യ പ്രസ്താവനകൾ ഇറക്കി രംഗം വഷളാക്കരുത്. ജനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. മന്ത്രി ക്യാമ്പ് ചെയ്യാൻ മുഖ്യമന്ത്രി ഇടപെടണം. നിരവധി പരാതികൾ ജനങ്ങൾ പറയുന്നു. റൂട്ട് മാപ്പ് ഉണ്ടാക്കാൻ വൈകി. കണ്ടെയ്ൻമെന്റ് സോൺ ഇല്ലാത്തതും പ്രശ്നമാണ്. ഇതിനുവേണ്ടി ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. MLA ആരോപണം ഈ വിധത്തിലാണ്. MLA പരസ്യ പ്രതികരണത്തിലൂടെ നിപ രോഗപ്രതിരോധത്തിൽ ഉയർന്നു പ്രവർത്തിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്ന ആരോപണം ശക്തമാവുകയാണ്. ഇത് ജനങ്ങളിൽ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. രാഷ്ട്രീയ താൽപര്യങ്ങൾ മാറ്റിവെച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് മാറാവ്യാധിയെ നേരിടേണ്ട സമയമാണിപ്പോൾ. അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും ജനങ്ങളിൽ ആത്മവിശ്വാസം പകരാനുമാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. അതിന് പകരം ന്യായീകരണങ്ങൾ നടത്തി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.